കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്ന കലി പൂണ്ട് അനാമിക നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയത്ത് രേവതി അങ്ങോട്ട് ഓടി വന്നു. എന്താ മോളെ, നീ തന്നെയുള്ളോ? അനി വന്നില്ലെന്ന് ചോദിച്ചിട്ട് ചുറ്റും നോക്കണം. അനിയൊന്നും വന്നില്ല, ഞാൻ തന്നെ വന്നേന്ന് പറയണം. എന്താ മോളെ തന്നെ വന്നേ? അതെ അമ്മ എന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പറയണേ. ഇതെന്താ മോളെ മുഖത്തൊക്കെ പാട്? ഇതെന്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വേണു അങ്ങോട്ട് വന്നു. ഇതെന്താ മോളെ നീ തന്നെ വന്നേന്ന് ചോദിക്കാം. തന്നെ വരേണ്ടി വന്നു, വരാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറയാണ്. ഇതെന്താ മോളെ മുഖത്ത് പാടൊക്കെയായിട്ട് വന്നിരിക്കുന്നേ? അനി തല്ലിയതാണോന്ന് ചോദിക്കും. അനിയല്ല തല്ലിയത്, പിന്നെ ആരാ തല്ലിയത്? ആ നന്ദു ഉണ്ടല്ലോ, അവൾ ആ തല്ലിയെന്ന് പറയാണ്. നന്ദുവോ? അവളെന്തിനാ നിന്നെ തല്ലിയത്? അതിന് നീ എന്തിനാ അവളുടെ തല്ലി മേടിക്കാൻ പോയി നിന്നു കൊടുത്തേ? കാര്യം എന്താന്ന് പറ മോളെ എന്ന് പറയണം. പിന്നീട് അനാമിക നടന്ന സംഭവങ്ങളൊക്കെ പറയണം. താനും അപ്പച്ചിയും അമ്മയും കൂടെ പുറത്തു പോണ സമയത്ത് അനിയെ കണ്ടതും പിന്നീട് അനിയെ ഫോളോ ചെയ്ത് നന്ദുവിന്റെ വീട്ടിലേക്ക് എത്തിയതുമല്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ അങ്ങോട്ട് ചെന്നേ. പിന്നെ ആ നന്ദുവിനും ഇഷ്ടപ്പെട്ടില്ല. ചേടത്തി അനിയത്തിയും കൂടെ ഒത്തു കളിക്കും അമ്മേ. ആ നന്ദുവിനെ അങ്ങോട്ട് കയറ്റി വിടാൻ വേണ്ടിയിട്ടുള്ള കളികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെന്ന് ചോദ്യം ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പേരില് അവളുണ്ടല്ലോ, ആ നയനെന്ന് പറയുന്നവള്, അവൾ എന്നെ ചീത്ത പറഞ്ഞു. ഞാൻ വിട്ടുകൊടുക്കുവോ? ഞാനും പറഞ്ഞു പറയണം. അനാമയെ കുറച്ച് പൊലിപ്പിച്ചൊക്കെയല്ലേ പറയത്തുള്ളൂ. പിന്നെ അവളുടെ ചേച്ചീനെ ഞാൻ അങ്ങോട്ട് പിടിച്ചു തള്ളി. അത് അവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല നന്ദുവിന്. അവൾ എന്റെ വന്ന് കർണത്തടിച്ചു. കർണത്തടിക്കുക മാത്രമല്ല ചെയ്തേ, ഇടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്തെന്ന് പറയണേ. ഇല്ലാത്തതും കൂടെ ഉണ്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കി പറയതേ. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്നിട്ട് മോള് വീട്ടിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു. ആ കിളവനും കളവയുണ്ടല്ലോ, അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക നയനെന്ന് പറയുന്നവൾക്ക്. നയനപുരാണം പാടിക്കൊണ്ടിരിക്കുക. അവസാനം എനിക്ക് വേറെ നിവൃത്തിയില്ലാതെ വന്നു. എന്റെ സ്വഭാവം മാറ്റണം പോലും ഞാൻ ശരിയല്ല പോലും, അതുകൊണ്ടാണ്. ഇത് കേട്ട രേവതി പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. നമ്മുടെ മോള് കർണത്തടിയും മേടിച്ചിട്ട് വന്നു കഴിയുമ്പം നമ്മൾ ഇവിടെ വെറുതെ ഇരിക്കാനായിട്ടാ? അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമില്ല വേണുവേട്ടാ. ഇപ്പൊ തന്നെ ഈ ചോദിക്കണമെന്ന് പറയാണ്. അത് കേട്ടതും വേണു പറഞ്ഞു, ആദ്യം ചോദിക്കേണ്ട അവിടെയല്ല, അവളുണ്ടല്ലോ നയന. ആ നയന എന്ന് പറയുന്ന അവളുടെ വീട്ടിലേക്ക് ചെല്ലണം. എന്നിട്ട് വേണം നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാനെന്ന് പറയണം. ആദ്യം അവിടുന്ന് തന്നെ തുടങ്ങാന്ന് പറയണം. പിന്നീട് അനാമിക അടുത്ത് രേവതി വന്നിട്ട് ചോദിച്ചു, മോളെ വേദനയുണ്ടോ? പിന്നെ വേദന ഇല്ലാതെ, അവളുടെ കൈ ഉരുക്ക് കൈയാ, അമ്മയ്ക്കറിയാലോ. അന്ന് ആ ഉപേദന്റെ ആൾക്കാർ വന്ന് ഇടിക്കണ സമയത്ത് ആ 3-4 ഗുണ്ടകളൊക്കെ ഒരുമിച്ച് ഇടിച്ച് തകർത്ത് വിട്ടാ ഈ നന്ദു എന്ന് പറയുന്നവള്. അത് ഞാൻ കണ്ടുകൊണ്ടിരുന്ന കാര്യല്ലേ. അപ്പൊ അവളുടെ കയ്യിൽ നിന്ന് ഒരു അടി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പലൊക്കെ കൊണ്ട് അടി കിട്ടുന്ന പോലെ തന്നെയാ. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതിനുള്ള ആരോഗ്യം ഇത് എവിടെ നിന്ന് കിട്ടുന്ന എനിക്കറിയില്ലാത്ത. ഒരു തല്ലൊന്നും മേടിക്കണം എന്റെ ദൈവമേ. അല്ല നിന്നോട് ആരാ പറഞ്ഞ അങ്ങോട്ട് പോകാന്ന് വേണി ചോദിക്കുക. പിന്നെ പോയതാണ് കുഴപ്പം, അനിയെ ഫോളോ ചെയ്ത് ഞാൻ പോയതല്ലേ. ഓഹോ, അപ്പൊ ഇപ്പോഴും അവിടെ തമ്മിലുള്ള ബന്ധമുണ്ടല്ലേ? ബന്ധമുണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഞാനും അനിയും തമ്മിൽ ഒത്തുപോകുന്ന എനിക്ക് തോന്നുന്നില്ല. മോളെ നീ അങ്ങനെയൊന്നും പറയല്ലേ. അറിയാലോ, കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായുള്ളൂ. അവിടുത്തെ സ്വത്തുക്കളെ കുറച്ചെങ്കിലും അടിച്ചു മാറ്റിയിട്ട് നീ അവിടെ നിങ്ങോട്ട് പോന്നാലും കുഴപ്പമില്ല. പക്ഷെ അതിനു മുമ്പ് പോന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടപ്പാക്കുവോ? ഇപ്പോഴും ഉപേന്ദ്രന്റെ പണം കൊടുത്തിട്ടില്ല. ഓഹോ, അപ്പൊ ഉപേന്ദ്രന്റെ പണം കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ജീവൻ കളഞ്ഞ് നിൽക്കണമെന്ന് നിങ്ങൾ പറയണല്ലേ? അങ്ങനെയല്ല മോളെ ഞാൻ പറഞ്ഞേ. അറിയാലോ, ഒരു കാര്യം ചെയ്യ, ഞാനിപ്പോ അവനെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ, ആ ഗോവിന്ദനെ. അവിടെ പോയി 2 വർത്താനം പറയാൻ എനിക്ക് സമാധാനം വരത്തില്ല. അതിനുശേഷം നമുക്ക് അനന്തപുരിയിലേക്ക് പോവാം, എന്ത് ചെയ്യണം തീരുമാനിക്കാന്ന് പറയാണ്. പിന്നീട് നേരെ വേണു ചെല്ലുന്ന ഗോവിന്ദന്റെ അരിയിലേക്കാണ്. ഈ സമയത്ത് അവൾക്ക് നയനക്ക് ഇച്ചിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നയനക്ക് ഇച്ചിരി വേദനകളും വിഷമങ്ങളും ഉണ്ടായിരുന്നു. നടുപിടിച്ചല്ലേ വേദന വീണത്. ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറഞ്ഞാലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കനയ്ക്കും ഗോവിന്ദനും ആണെങ്കിൽ നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. ഇനി എന്തേലും ഇതിന്റെ പേര് വല്ല പ്രശ്നങ്ങളും ഉണ്ടാകുമോ, വയ്യായിക ഉണ്ടായിരുന്നു. അപ്പൊ ഇനി കൂടുമോ എന്നുള്ള പേടികളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് വേണു കയറി ചെല്ലുന്നത്. വേണു കയറി ചെല്ലുമ്പോഴത്തേനും നയനയും കനകയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം. വേണുവിനെ കണ്ടതും ഗോവിന്ദൻ പെട്ടെന്ന് വേണു അപ്പൊ ഇരിക്കാൻ പറയണം. അതെ, നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനൊന്നും അല്ല പറഞ്ഞ, ഇവിടെ വേറൊരുത്തിയുണ്ടല്ലോ, ഇവളുടെ അനിയത്തി ആ നന്ദു, അവളെയും കൂടെ വിളിക്കാൻ പറയണം. എന്തിനാ ഇപ്പൊ അവളെ വിളിക്കുന്നത്? അവളെ വിളിക്കുക, അവളോട് വേണം എനിക്ക് 2 പേര് സംസാരിക്കാനെന്ന് പറയാം. അവളിവിടെ ഇല്ലാന്ന് പറയണം. ഓ ഇല്ലയോ, അതോ ഇനിയിപ്പോ ഒളിപ്പിച്ചു വെച്ചിട്ടില്ലെന്ന് പറയുന്നതാണോ? എന്റെ മോളുടെ കർണം തീർത്ത് അവള് പൊട്ടിച്ചേ, അവൾക്ക് 2 എണ്ണം കൊടുക്കാതെ എനിക്ക് സമാധാനം ആവത്തില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും കനക പറഞ്ഞേ, വീട്ടിൽ കയറി ഒന്ന് അനാവശ്യം പറയരുത് കേട്ടോ, അനാമികയുടെ അച്ഛാന്ന് പറയാണ്. അനാവശ്യം കാണിക്കുന്നോ? നിങ്ങളുടെ മോൾ എന്താ ചെയ്തേന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കനക പറഞ്ഞു, ഞങ്ങളുടെ മോള് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്.
ഇതേ ഇങ്ങോട്ട് വന്ന് തല്ലി മേടിച്ചല്ലേ അവള്, അല്ലാതെ അങ്ങോട്ട് വന്ന് തല്ല് തന്നൊന്നും അല്ലല്ലോ. അവളോട് ആരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഓഹോ, അവളുടെ ഭർത്താവ് ഇങ്ങോട്ട് വന്നപ്പോ അവള് ചിലപ്പോ ചോദിക്കാൻ വന്നിരിക്കും. ഭർത്താവ് ഇതുവരെ ആയിട്ടും ദേ അനിയുടെ മനസ്സിലുള്ള ഇടം നേടാനായിട്ട് നിങ്ങളുടെ മോൾക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ഗോവിന്ദ പറഞ്ഞു, വേണ്ട കനകയെന്ന് പറയണേ. എത്രയെന്ന് വെച്ചാ ഗോവിന്ദട്ടൻ മിണ്ടായിരിക്കണേ? ഇവര് കുറെ നാളായി നമുക്കിട്ട് ചൊറിയാനായിട്ട് തുടങ്ങിയിട്ട്. വേണ്ട വേണ്ടെന്ന് ഓർത്ത് സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോകുന്നതും തലയെ കയറി നിരങ്ങുവാണല്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, വേണ്ട അമ്മ ഒന്നും മിണ്ടണ്ടെന്ന് പറയാം. ഓ, പുണ്യവതി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? നീ കാരണം ഈ പ്രശ്നങ്ങളല്ല. നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് അറിയാം. അങ്ങോട്ട് കയറ്റി വിടാനല്ല നിന്റെ അനിയത്തിനെയും കൂടെ. അത് ഈ ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല. ഈ ജന്മത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കും നീ ഒന്നും വിചാരിക്കാൻ വേണ്ട. എന്റെ മോളാണ് അവിടുത്തെ മരുമോള്, അനിയുടെ ഭാര്യയാണ് അവള്. അവളല്ലാതെ വേറെ ഒരുത്തി അങ്ങോട്ട് വാഴാനായിട്ട് വരത്തില്ല. ഇത് അവസാനം താക്കിയതാ. ഇനി മേലാൽ ഇങ്ങനത്തെ കളികളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ മോളെ ഞാൻ വെട്ടി തുണ്ടെന്നോട്ടായിട്ട് എറിഞ്ഞു കളയെന്ന് പറയാം. ഇത് കേട്ടെന്ന് നയന പറഞ്ഞു, അത്രയ്ക്ക് ധൈര്യമുണ്ടോ? അന്ന് ചെന്ന് നോക്ക്. ഇത് കേട്ടപ്പോ കനക പറഞ്ഞു, പിന്നെ അന്ന് നിങ്ങളുടെ മോളെ കല്യാണത്തിന് മുമ്പ് കുറെ ഗുണ്ടകൾ ചേർന്ന് കൊണ്ട് കെട്ടിയിട്ട് കഴിഞ്ഞപ്പോഴേ ഈ പറയുന്ന എന്റെ നന്ദൂട്ടൻ ഉണ്ടായിരുന്നുള്ളൂ രക്ഷിക്കാനായിട്ട്. ഇപ്പോഴവർക്കും അത് വേണ്ടായിരുന്നെന്ന്. അവൾ അവിടെ കിടന്ന് തൊലഞ്ഞു പോയാൽ മതിയായിരുന്നു, അന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. രക്ഷിച്ചേനെ കൂലിയായിട്ട് ചോദിക്കാനായിട്ട് വന്നിരിക്കുന്നു പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിനും വേണു, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, അന്ന് ഇതിന് പിന്നെ നിങ്ങളായിരുന്നു, നിങ്ങൾ ഡ്രാമയായിരുന്നു പറയണം. വേണുവിന് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, ഡ്രാമയാണ് പോലും. നിങ്ങളൊരു അച്ഛനാണോ? അച്ഛനാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ മകളെ നേരമണം വളർത്താൻ നോക്ക്. അവളുടെ കയ്യിലിരിപ്പ് നാക്ക് കാരണം അവള് തല്ലി മേടിച്ച് കിട്ടുന്നേ. പിന്നെ അവളോട് മര്യാദയ്ക്ക് ജീവിക്കുവാണെങ്കിൽ അനന്തപുരി നല്ല സന്തോഷത്തോടെ ജീവിക്കാന്ന് പറ. അല്ലാതെ അവളുടെ സ്വഭാവം മാറ്റാതെ അവളെ ചെന്ന് ജീവിക്കാനാണെങ്കിലും ഒരിക്കലും അവൾക്ക് ഒരു നല്ല ജീവിതം ഇവിടെ ഉണ്ടാകത്തില്ലെന്ന് പറയണം. എന്റെ മോളെ ജീവിതം പഠിപ്പിക്കാൻ നിങ്ങൾ വരണ്ട, നിങ്ങൾ നിങ്ങളുടെ മോളെ നേരെയാക്കാൻ നോക്ക്. പിന്നെ ഇനി എന്റെ മോളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ നിങ്ങളുടെ മോള് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ. ഇത് കേട്ടതും ഗോവെന്ന് പറഞ്ഞു, ഇത്ര സമയം ഞാനൊന്നും മിണ്ടിയില്ല. വേണു, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മകളുടെ ജീവിതത്തിലേക്ക് എന്റെ മകള് കടന്നു വന്നിട്ടില്ല. പണ്ട് അവർ തമ്മിൽ ഇഷ്ടം ഉണ്ടായിരുന്നു, അത് ശരി തന്നെയാ. പക്ഷെ ഇപ്പോഴാണ് അവളും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറയാം. ഇനി അതിന്റെ പേരിൽ എന്റെ മോളെ ക്രൂശിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാം. പെട്ടെന്ന് തന്നെ വേണു പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ? അതൊക്കെ നിങ്ങളുടെ വെറുതെ ഇത് മാത്രമാ. ഞാൻ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന അനിയും ഇവിടുത്തെ പെണ്ണും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതും കല്യാണത്തിന് ശേഷം. അനാമികയും അനിയും തമ്മിലുള്ള കല്യാണത്തിന് ശേഷം. എന്നിട്ടാണ് നിങ്ങൾ എന്നോട് തർക്കിക്കാൻ വരുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ടതും കനക പറഞ്ഞു, നിങ്ങൾ വെറുതെ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ മോളെ നേരെയാക്കാൻ നോക്ക്. ഒരു പക്ഷെ നന്ദു വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നിടത്തില്ല. നിങ്ങൾ ഇവിടെ വന്ന് വെല്ലുവിളി നടത്തിയാൽ ചിലപ്പോൾ നിങ്ങളുടെ കാരണത്തും കൂടെ അവളെ കൈ പതിപ്പിച്ചിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ പോകാൻ നോക്കാൻ പറയാണ്. അങ്ങനെ അവസാനം നാണം കിട്ടു വീണു അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം നാനിക്ക് ആ പടെ വിഷമായി. കനക പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, എന്നാലും അമ്മേ ഇത്രയൊക്കെ ആയിട്ടും കണ്ടില്ലേ, ഇപ്പോഴും കണ്ടില്ല അയാൾ വന്നേ. എനിക്ക് അന്നേ സംശയമുണ്ട് ഈ അനാമയുടെ അച്ഛനൊക്കെ അത്ര ശരിയല്ലെന്ന്. ആദർശനും ആ ഒരു ചിന്തയുണ്ടെന്ന് പറയണം. കനക പറഞ്ഞു, അത് ശരിയാമോളെ, എനിക്കും തോന്നുന്നുണ്ടെന്ന് പറയാം, എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗോവെന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഒന്നിനു പറയാം ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നേ. നയന പറഞ്ഞു, ഞാൻ കാരണമാണല്ലോ. എന്തിന്? മോള് കാരണോ? മോളല്ലേ ഒരു നന്മ ചെയ്തേ, അതിന്റെ പേരിൽ ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്നേ. ഇത്രയായിട്ടും മോളുടെ അമ്മായിമ്മ മോളെ മരുമോളായിട്ട് അംഗീകരിക്കാത്ത എന്റെ ഏറ്റവും വലിയ വിഷമം ഗോവിന്ദ് പറയാം. ഇനിയിപ്പോ എന്തേലും അത്ഭുതം സംഭവിക്കണമായിരിക്കും. അങ്ങനെ അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ മോളുടെ അമ്മായിമ്മ മോളെ തിരിച്ചറിയുള്ളൂ എന്ന് പറയാം. നയന പറഞ്ഞു, അങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമോ? എനിക്ക് അറിയത്തില്ല അച്ഛാ, ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും അല്ലേ എന്നും പറഞ്ഞിട്ട് നയനയും കൊണ്ട് പോവാണ്. പിന്നീട് പൂജാമുറി പോയിന്ന് പ്രാർത്ഥിക്കുക, എന്റെ ഭഗവാനെ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഇത്ര ആയിട്ടും ഓരോ പ്രശ്നങ്ങൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ ഇരുന്ന് കെട്ടടങ്ങണേ. ആദർശേട്ടനെ മലയ്ക്ക് പോയിട്ട് വന്നാൽ പിന്നെ കുഴപ്പമില്ല, തനിക്ക് അങ്ങോട്ട് തിരിച്ചു പോവാം. തന്റെ അസുഖം ഒന്ന് പെട്ടെന്ന് ഭേദമായ മതിയായിരുന്നു, എന്നാൽ പിന്നെ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ആ ഒരു ചിന്ത നയനയെ വേട്ടയാടുവാണ്. പിന്നീട് ആദർശം അവരെല്ലാരും കൂടെ അങ്ങനെ മലയ്ക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ കെട്ടുനിറച്ച് മലയ്ക്ക് പോകാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് ദേവേന്റെ നെഞ്ചിനകത്ത് വല്ലാത്തൊരു പിടച്ചില. അനാമികോള് പിണങ്ങിപ്പോയിരിക്കുക. അവൾ ഇങ്ങോട്ട് തിരികെ വരണം, അവള് തിരികെ വന്നാൽ മാത്രം എന്തോ വലിയ കാര്യങ്ങൾ സാധിക്കണം എന്ന രീതിയിലായിരുന്നു ദേവേനി. പിന്നീട് ജലജ അങ്ങോട്ട് വന്നപ്പോഴത്തേനും ദേവേനി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടോ. അല്ല ഏടത്തി എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കുക. അല്ല ഞാൻ അനാമികമോളെ കുറിച്ച്. ഓ അനാമികമോളെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടല്ലേന്ന് ചോദിക്കും. ആര്? അല്ല ഇറക്കി വിടാനായിട്ട് പ്രത്യേകിച്ച് കാരണം വേണ്ട ഇല്ലല്ലോ, എല്ലാരും കൂടെ കൂടിയിട്ട് അവളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൾക്ക് സഹിച്ചില്ല. ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, ഞാൻ മോളെ കുറ്റപ്പെടുത്തിയൊന്നും ഇല്ലാന്ന് പറയാണ്. ഏട്ടത്തി കുറ്റപ്പെടുത്തിയില്ല, പക്ഷെ വേറെ പലരും ഇവിടെ ഉണ്ടല്ലോ, ഏട്ടത്തിയുടെ മോൻ ഉൾപ്പെടെ ഉണ്ടല്ലോ എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനി പറഞ്ഞു, എന്നും പറഞ്ഞോണ്ട് അവളൊരു കുറ്റം ചെയ്യട്ടെ എനിക്ക് തോന്നുന്നില്ല. സ്വന്തം ഭർത്താവ് വേറൊരുത്തിനെ തേടിപ്പോയി കഴിയുമ്പോൾ ഏതൊരു ഭാര്യയും പ്രതികരിച്ചു പോകും, അത്രയ്ക്ക് അവള് ചെയ്തോളെന്ന് പറയാണ്. ജലജ പറഞ്ഞു, അത് ശരിയാ, പക്ഷെ അത് നമുക്ക് മനസ്സിലാവും, ഇവിടെയുള്ളവർക്ക് അത് മനസ്സിലാവണ്ടേന്ന് ചോദിക്കണം. അപ്പോഴേക്കും ജാനകി അങ്ങോട്ട് നോക്കി വന്നു.
ജാനകി വന്നു കഴിഞ്ഞപ്പോ തന്നെ ജാനകി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഞാൻ വെറുതെ ഇരിക്കത്തില്ല. ഉം, മലയ്ക്ക് പോയിട്ട് ആ ചേട്ടനൊക്കെ ഒന്ന് വരട്ടെ. ഞാൻ ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചിട്ടുണ്ട്. അവളുമാരെ അങ്ങനെ ഇനി ഞാൻ വെച്ചു വഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഈ കുടുംബത്തിലേക്ക് ഇനി നയന കയറി വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് സ്വസ്ഥത സമാധാനമൊന്നും കാണത്തില്ല. എന്റെ അനാമികമോൾ ഇങ്ങോട്ട് വരണം. അനാമികമോൾ ഇല്ലെങ്കിൽ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും ഞാനും ഇനി നിൽക്കത്തില്ല. അല്ല, എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഒരു തെറ്റും ചെയ്യാത്ത മോള് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി, ദേ അവളും അനിയും തമ്മിലൊരു ജീവിതം പോലും ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നിയെന്ന് പറയാം. ജലജ പറഞ്ഞു, അത് ശരിയാന്ന് പറയണ. അങ്ങനെ കണ്ടു തോന്നുന്നുണ്ട്. അനിക്കാണെങ്കിൽ ഈ പറയുന്ന അനാമികനെ കണ്ണെടുത്താൽ കാണത്തില്ല എന്നാ തോന്നുന്നത്. ജാനകി പറഞ്ഞു, ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. അവനൊന്ന് മലയ്ക്കൊന്ന് പോയിട്ട് വരട്ടെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്നൊക്കെ പറയാണ്. പിന്നീട് ആദർശും ജയനും അജിനും അവരെല്ലാരും കൂടെ മലയ്ക്ക് പോകുന്ന കാഴ്ച കാണുന്നത്. അപ്പൊ എരുമേലി വരെ ചെന്നിട്ട് അവിടുന്ന് നടന്നു പോകാനായിട്ടാണ്. അങ്ങനെ അവരവിടുന്ന് ചെന്നിട്ട് നടന്നു പോവുകയാണ്. ഈ സമയത്ത് ആ കൂടെ അബി ഇല്ല. ഒരുപക്ഷെ അബിയുടെ തന്ത്രമല്ലേ, അബി ചിലപ്പോൾ വല്ല വണ്ടിക്കും പോയി കാണും. അബിക്ക് പണ്ട് തൊട്ടൊരു സ്വഭാവമുള്ള ആണല്ലോ, കുരുട്ടുബുദ്ധി ഇച്ചിരി കൂടുതലുള്ള ടൈപ്പാണല്ലോ. അവൻ എന്താണെന്ന് നടന്നു പോകാനൊന്നും അവന് കഴിയില്ല. അവന് കുതന്ത്രത്തിലൂടെ പെട്ടെന്ന് എത്താനേ അവൻ നോക്കുള്ളൂ. ഈ സമയം നയന നല്ല പ്രാർത്ഥനയിലായിരുന്നു. എൻ്റെ ഭഗവാനെ ഒരു ആപത്തും കൂടാതെ അവർ പോയിട്ട് വരണേ, എത്രയും പെട്ടെന്ന് തന്നെ വരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നയനയുടെ ഉള്ളിലേക്ക് ദേവേനെ കുറിച്ചുള്ള ചിന്തകളും വരുന്നുണ്ട്. ആദർശേട്ടൻ മലയ്ക്ക് പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേനും എല്ലാ കാര്യങ്ങളും ശരിയാണ്. അമ്മ തന്നെ അംഗീകരിക്കണം, തന്നെ സ്നേഹിക്കണം എന്നൊരു ചിന്തയൊക്കെ നയനയുടെ മനസ്സിലേക്കും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.